നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ നിന്നും നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിവാഹ ദിവസം. വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആഘോഷമുള്ള ദിവസങ്ങളാണ്. അതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഹൽദി ആഘോഷമുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത് ഹൽദി ആഘോഷത്തിനിടെ ആ ഒരു ആഘോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടെ നവവധു കുഴഞ്ഞു വീണ് മരിച്ചു. ഈ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ബദൗൺ ജില്ലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ വധു ഹൽദി ആഘോഷത്തിനിടെ ഡാൻസ് കളിക്കുന്നു, അതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു. ബദൗണിലെ നൂർപൂരിലെ പിനോയ് ഗ്രാമത്തിൽ ഇസ്ലാം നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ആഘോഷങ്ങൾക്കിടെയാണ് മരണം സംഭവിച്ചത്. ഹൽദി ആഘോഷം പൂർത്തിയായി അതിഥികൾ പോയ ശേഷം വീട്ടുകാർ നൃത്തം ചെയ്യുകയായിരുന്നു. ബന്ധുക്കൾക്കൊപ്പം 22-കാരിയും നൃത്തം ചെയ്തു. ഇതിനിടെ യുവതി പെട്ടെന്ന് കുഴഞ്ഞു വീണു. സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും, അതായത് ചുറ്റുമുള്ളവർ സഹായിക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും യുവതിയുടെ മരണം സ്ഥിരീകരിച്ചു. പ്രാഥമിക നിഗമനം അനുസരിച്ച് മരണകാരണം ഹൃദയാഘാതമാണ്. തിങ്കളാഴ്ച രാവിലെ വരൻ്റെ വിവാഹ ഘോഷയാത്ര എത്തേണ്ടയിടത്തായിരുന്നു നവവധുവിൻ്റെ മൃതശരീരം എത്തിയത്. യുവതിയുടെ മാതാവ് ഈ ഒരു ആഘാതത്തിൽ ബോധരഹിതയായി വീഴുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ക്രിസ്ത്യാനി യുവതിയെ വിവാഹം കഴിച്ചതും മറച്ചുവെച്ച ജവാനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമെന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ജവാനെ CRPF സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായത്. CRPFിൻ്റെ 41-ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി മുനീർ അഹമ്മദിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പാകിസ്ഥാനി പൗരയെ വിവാഹം കഴിച്ചതും മറച്ചുവെച്ചതിനും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിച്ചതിനുമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് CRPF പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. ഈ CRPFിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ പ്രവൃത്തികൾ സേവന പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ദേശീയ സുരക്ഷയ്ക്ക് ദോഷകരമാണെന്നും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. മുനീർ അഹമ്മദിനെ ജമ്മു കാശ്മീർ മേഖലയിൽ നിന്ന് ഭോപ്പാലിലേക്ക് സ്ഥലം മാറ്റിയതിന് തൊട്ടടുത്ത ദിവസമാണ് CRPFിൻ്റെ നടപടി. പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ നിന്നുള്ള മിനാൽ ഖാനെ വിവാഹം കഴിക്കാൻ അനുമതി തേടി 2023 അഹമ്മദ് CRPFിനെ സമീപിച്ചു. എന്നാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 2024 മെയ് 24 വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇരുവരും വിവാഹിതരായി. അതിനിടയിൽ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് പാകിസ്ഥാനി പൗരന്മാരുടെ വിസകൾ ഇന്ത്യ റദ്ദാക്കി. ഇതേ തുടർന്ന് മിനാൽ ഖാനെ നാടുകടത്താനായി ജമ്മുവിൽ നിന്ന് തിരിച്ചയച്ചു. അപ്പോഴാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. അതായത് നേരത്തെ വിവാഹം കഴിച്ചുവെന്നും ഒരു വിസ കാലാവധി കഴിഞ്ഞിട്ടും ഈ യുവതി ഇപ്പോഴും രാജ്യത്തായിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഏപ്രിൽ 30 ജമ്മു കാശ്മീർ ഹൈക്കോടതി അവസാന നിമിഷം ഈ ഒരു നാടുകടത്തൽ തടയുന്ന സാഹചര്യമുണ്ടായി. കോടതിയുടെ തീരുമാനം അഭിഭാഷകൻ അറിയിച്ചപ്പോൾ മിനാൽ അത്താരി അതിർത്തിയിലേക്ക് പോവുകയായിരുന്നു. അതേസമയം CRPF ജവാൻ മുനീർ അഹമ്മദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിച്ചത് സേനയിൽ അറിയിച്ചതിന് ശേഷമെന്നാണ് ഈ ജവാൻ പ്രതികരിച്ചിരിക്കുന്നത്. വിവാഹം CRPF ആസ്ഥാനത്ത് അറിയിച്ചിരുന്നു, വിവാഹം സംബന്ധിച്ച രേഖകൾ നൽകിയിരുന്നു എന്നാണ് മുനീർ അഹമ്മദ് വിശദീകരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം 2024 മെയ് 24 വീഡിയോ കോൺഫറൻസിലൂടെ നടന്നു. ഞാൻ CRPFിലായിരുന്നു. അതിനാൽ ഞാൻ അനുമതി തേടി. 2022 ഡിസംബർ 31 അവർക്കൊരു കത്തെഴുതി. അവർ വിവാഹ കാർഡും വേദിയും ചോദിച്ചു. അവർ ചോദിച്ചതെല്ലാം CRPFിന് സമർപ്പിച്ചു. ശരിയായ വഴിയിലൂടെ അത് ഡൽഹിയിലെ CRPF ഡയറക്ടറുടെ പക്കൽ എത്തിയെന്നും മുനീർ അഹമ്മദ് പറഞ്ഞു. പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം മറച്ചുവെച്ചതിനെ തുടർന്നാണ് ജവാനെ പിരിച്ചുവിട്ടത്. ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഒരു നഗരത്തിൽ നിന്ന് കൂടുതൽ വിവാഹം കഴിച്ചാൽ പിടിക്കപ്പെടുമെന്ന് കരുതിയ യുവാവ് കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 3 യുവതികളെ വിവാഹം കഴിച്ചു. പക്ഷേ സാങ്കേതിക വിദ്യയിൽ എത്തിയപ്പോഴേക്കും ഈ യുവാവിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞടുങ്ങി യുവാവ് പിടിയിലായിരിക്കുകയാണ്. ഹെൻറി ബെറ്റ്സി ജൂനിയർ എന്ന 38-കാരനാണ് ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ. ടിൻഡർ, ബംബിൾ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഇയാൾ വിവാഹമോചിതരായ സ്ത്രീകളെ കണ്ടെത്തിയത്. വിവാഹമോചനം നേടിയ സ്ത്രീകളെയാണ് ഹെൻറി ഡേറ്റിംഗ് ആപ്പുകളിലൂടെ നോട്ടമിട്ടത്. താൻ ആകർഷണീയനും ശ്രദ്ധാലുവുമായ ഒരാളാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ഹെൻറി ഒപ്പം സ്ഥിരമായി താമസിക്കാൻ ഒരാളെ അന്വേഷിക്കുകയാണെന്നും ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരസ്യം നൽകി. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ തിരിച്ചറിയാൻ കഴിയുന്ന വിശ്വസനീയമായ, അതേസമയം പരസ്പരം ഗെയിമുകളിൽ അഭിരമിക്കാത്ത ഒരു സുന്ദരിയായ സ്ത്രീയാണ് താൻ തിരയുന്നത് എന്നായിരുന്നു ഹെൻറി തൻ്റെ ഡേറ്റിംഗ് ആപ്പ് പ്രൊഫൈലിൽ കുറിച്ചത്.
ഒരു യുവതിയുമായി അയാൾ ബന്ധം സ്ഥാപിക്കുന്നു. പിന്നാലെ ഹെൻറി മറ്റു യുവതികളെ വേഗത്തിൽ തന്നെ തൻ്റെ വലയിലാക്കുന്നു. ഒരുപാട് സ്ത്രീകളെ അമ്മാനമാടി. പിന്നാലെ മൂന്നാമത്തെ ആളെയും അയാൾ കുരുക്കിലാക്കുന്നു. ബന്ധം സ്ഥാപിക്കുന്ന യുവതികളെ അയാൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വിവാഹം കഴിക്കുന്നുമുണ്ട്. വിവാഹത്തിന് പിന്നാലെ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടുകൾക്കായി അയാൾ ഭാര്യമാരെ നിർബന്ധിക്കുന്നുണ്ട്. ഇതിന് ശേഷമായിരുന്നു ഹെൻറി സ്വന്തം സ്വഭാവം ഭാര്യമാർക്ക് എതിരെ എടുത്തത്. അതായത് ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം തൻ്റെ തനിനിറം കാണിക്കുന്നു. ഇത്തരത്തിലൊരു സംഭവമാണ്. ഈ ഭാര്യമാരുടെ നേരെ ഗാർഹിക പീഡനങ്ങളാണ് ഇയാൾ നടത്തിയത്. വലിയ രീതിയിലുള്ള പീഡനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. 2020 ടിൻഡറിലൂടെ പരിചയപ്പെട്ട ടോനിയ ബെറ്റ്സിയാണ് ഹെൻറിയുടെ ആദ്യ ഭാര്യ. ആ വർഷം നവംബറിൽ ദുവൽ കൗണ്ടി കോർട്ട് ഹൗസിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. ടോനിയുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ ഹെൻറി ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ സ്റ്റിർ വഴി ബ്രാൻഡി ബെറ്റ്സിയെ കണ്ടുമുട്ടി. 2022 ഫെബ്രുവരി 22 മനാറ്റി കൗണ്ടിയിൽ വെച്ച് വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയെ. 2022 നവംബറിൽ ഹെൻറി Match.com വഴി മിഷേൽ ബെറ്റ്സിയുമായി പരിചയപ്പെട്ടു. ഹെർനാൻഡോ കൗണ്ടിയിൽ വെച്ച് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ടോനിക്ക് ഭർത്താവിൻ്റെ ചില നീക്കങ്ങളിൽ സംശയം തോന്നുന്നു. ഇതിനിടയിൽ അവർ ഹെൻറിയുടെ പേര് ഓരോ കൗണ്ടിയിലും അന്വേഷിച്ചു. അത്തരമൊരു അന്വേഷണം അതാണ് ഇയാളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കാനിടയായത്. മിഷേലുമായുള്ള ഹെൻറിയുടെ വിവാഹത്തെക്കുറിച്ച് ഈ ഒരു അന്വേഷണത്തിൽ വിവരം കിട്ടുന്നു. സംഗതി സത്യമാണെന്ന് മനസ്സിലായി. ടോനിയ മിഷേലുമായി ബന്ധപ്പെട്ടു. ഹെൻറിയുടെ യഥാർത്ഥ സ്വഭാവം വ്യക്തമായി. ഇതോടെ മിഷേലും ടോനിയും പോലീസുമായി ബന്ധപ്പെട്ട് ഹെൻറിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഒപ്പം ഇരുവരും കണ്ടെത്തിയ ഹെൻറിയുടെ വിവാഹങ്ങളുടെ തെളിവുകളും പോലീസിന് കൈമാറി. പോലീസ് ഹെൻറിയെ സെമിനോൾ കൗണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 3 വിവാഹങ്ങളും റദ്ദാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഹെൻറി. ഇയാൾക്കെതിരെയുള്ള കേസ് കോടതിയിൽ വിചാരണ വേളയിലാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതേസമയം കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം. കണ്ണൂർ കരിവള്ളൂരിൽ വിവാഹ ദിവസം വീട്ടിൽ മോഷണം. കരിവള്ളൂർ പുലിയേരി സ്വദേശി മനോഹറിൻ്റെ വീട്ടിലാണ് മോഷണം. വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയ വധുവിൻ്റെ 30 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. മെയ് 1 കരിവള്ളൂർ പുലിയേരി സ്വദേശി മനോഹറിൻ്റെ മകൻ അർജുനും കൊല്ലം സ്വദേശി ആർച്ച യേസുദീൻ തമ്മിലുള്ള വിവാഹം ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ശേഷം 40 പവൻ സ്വർണം മുകൾ നിലയിലുള്ള കിടപ്പുമുറിയിലെ അലമാരയിലേക്ക് മാറ്റിയത്. ഈ സ്വർണ്ണമാണ് നഷ്ടമായത്. സ്വർണം ബന്ധുക്കളെ കാണിക്കാനായി അലമാര തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. 4 ബോക്സുകളായി സൂക്ഷിച്ച സ്വർണ്ണമാണ് നഷ്ടമായത്. ചെറിയ മോതിരങ്ങൾ ഉൾപ്പെടെ 10 പവൻ സ്വർണവും ഡയമണ്ടുകളും അലമാരയിൽ ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രൊഫഷണൽ സംഘമല്ല മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീട്ടിലെത്തിയവരെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം നടക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഈ വിവാഹം വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ ആ ഒരു വിവാഹ ദിവസത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പലരും പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ സംഭവമാണെങ്കിൽ അതൊരു വിവാഹത്തിൻ്റെ തലേ ദിവസം പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നു. മാത്രമല്ല വിവാഹം കഴിഞ്ഞ് സ്വർണ്ണം മോഷണം പോകുന്നു, വിവാഹത്തിൻ്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ. നേരത്തെ ഉണ്ടായൊരു സംഭവം, വിവാഹം ഉറപ്പിച്ചിരിക്കെ മകളുടെ വരനുമായി അമ്മ ഒളിച്ചോടി പോകുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.